ക്യാമ്പിൽ ഞങ്ങൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വാസുവേട്ടന്റെ കടയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സന്തോഷം കൊണ്ടാണ്. അടിപൊളിയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് ഫ്രൈയും. ജെയ്സൺ സാറൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ട് ഇന്ന് ഞങ്ങൾ 2 കൽപ്പിച്ചിങ്ങ് പോകുന്നതാണ്. ഹായ്, നമസ്കാരം. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികൾ തേടിയുള്ള ഇന്നത്തെ യാത്രയിൽ നമ്മളെത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലാണ്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് കേട്ടറിവ് വെച്ചിട്ട് നമ്മൾ ഓർത്തതാണ് വാസുവേട്ടൻ്റെ കട. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ടു. വാസുവേട്ടൻ്റെ കട എന്താണ് അവിടുത്തെ സ്പെഷ്യലെന്നും എന്തൊക്കെയാണ് അവിടുത്തെ വിഭവങ്ങളെന്നും നമുക്കൊന്ന് ചോദിച്ചറിയാം. വരൂ വാസുവേട്ടൻ്റെ കടയിലേക്ക്. വാസുവേട്ടൻ്റെ ഹോട്ടലിൽ എന്ത് സ്പെഷ്യലാണ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ പോർക്കാണ്. പോർക്ക്. ആ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. ഫ്രണ്ടാണോ? ഫ്രണ്ടാണ്. എന്താ പേരെന്താ? പ്രതീഷ്. പ്രതീഷ് അന്നെ. ഇതന്നെ പോർക്കും കൂർക്കയും അല്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. സൂപ്പർ ടേസ്റ്റ് ആണല്ലേ? ഓക്കെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് ഫ്രൈയും. ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും ആണ്. എങ്ങനെയുണ്ട് ഫുഡ്? ഫുഡ് നൈസാണ്. നൈസാണ്. നല്ല ഫുഡാ. ആ, രണ്ടുപേരും ചിക്കൻ തന്നെയാണോ? ഓക്കെ. എന്താണ് വാസുവേട്ടൻ്റെ ഹോട്ടലിൽ എന്ത് സ്പെഷ്യലാണ്? സ്ഥിരം കസ്റ്റമർ ആണ് അവിടുത്തെ. ഓ, ഓക്കെ. വെരി ഗുഡ്. ഇവിടെ ഈ ഭാഗത്ത് വർക്ക് ഉണ്ടാവുമ്പോൾ എപ്പോഴും ഇവിടെ വരുന്നതാണ്. ആ, എന്താണ് സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത്? ഇത് പോർക്കും കൂർക്കയാണ്. കൂർക്കി എങ്ങനെയുണ്ട്? ടേസ്റ്റ് അടിപൊളിയാണ്. ഓ, സൂപ്പറാണ്. സൂപ്പർ. സൂപ്പറാണ്. ഓക്കെ ഓക്കെ. എന്താ കഴിച്ച് കഴിഞ്ഞോ? നല്ല ഫുഡാണ്. വെജിറ്റേറിയൻ കഴിക്കുന്നു. ആ, നല്ല ഫുഡാണ്. നല്ല കുഴപ്പമില്ല. ഫുഡാണ്. പച്ചക്കറി ഐറ്റംസ് നോർമൽ. ആ, ഫുഡാണ്. കുഴപ്പമില്ല. സ്ഥിരം വരുന്ന സ്ഥലമല്ലേ, സ്ഥിരം വരുന്ന സ്ഥലമാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആ, എന്താണ് സ്പെഷ്യലായിട്ട്? ഞാൻ സ്ഥിരം തന്നെ അതിലോർത്തത്. അയില സ്ഥിരം തന്നെ കഴിക്കാറ്. ഓക്കെ. എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളി. എങ്ങനെയുണ്ട് ഫുഡ്? നല്ല ഫുഡാണ്. എന്താണ് ബിരിയാണിയാണോ അല്ലേ? ചിക്കൻ. ഓക്കെ. എങ്ങനെയുണ്ട്? നല്ല ഫുഡ്. അടിപൊളിയാണ്. പറയൂ, പേരെന്താ? ആ, ചിക്കൻ ബിരിയാണി തന്നെ. ആ, ഓക്കെ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഓക്കെയാണ്. അടിപൊളിയാണ് ബിരിയാണി. എല്ലാവരും ബിരിയാണിയിലാണ് കൂടിയിട്ടുള്ളത്. ബിരിയാണി കൂടിയാ അടിപൊളിയാണ്. കുഴപ്പമില്ല. ആ, ഓ, ഓക്കെ. ചോറ് നാടൻ ചോറാണല്ലേ? ബിരിയാണി ഒഴിവാക്കിയാണ് അല്ലേ? ആ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് അറിയാൻ വേണ്ടി. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അടിപൊളിയാണ്. എങ്ങനെയുണ്ട് ബീഫിനെ പറ്റിയൊരു അഭിപ്രായം? അടിപൊളിയാണ്. ഫ്രൈ ആയിട്ടാണല്ലേ? കറി ഗ്രേവി ടൈപ്പ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ചിക്കനാണ് കഴിച്ചത്? ബീഫ് അങ്ങനെ ഇഷ്ടമല്ലാന്നുണ്ടോ? കഴിക്കും, പക്ഷേ കൂടുതലും ചിക്കനോട്. കൂടുതൽ ചിക്കനാണ്. ഓക്കെ. സൂപ്പറാണല്ലേ? ഓക്കെ, താങ്ക് യു. സാറിന്റെ പേരെന്താ? പേര് ജെയ്സൺ. ഞാൻ എൽത്തുരുത്ത് സെന്റ് അലീഷ്യസ് കോളേജിൽ അധ്യാപകനാണ്. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് ഇവിടെ പനമ്പള്ളി കോളേജിലാണ് ഞങ്ങളുടെ വാല്യൂഷൻ ക്യാമ്പ് കൊടുക്കണേ. ഇപ്പൊ ക്യാമ്പിൽ ഞങ്ങൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വാസുവേട്ടന്റെ കടയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സന്തോഷം കൊണ്ടാണ്. ഇന്നലെ വന്നിരുന്നു, ഇന്നും വരും, നാളെയും ക്യാമ്പുണ്ട്, നാളെയും വരും. ഇന്നലെ വന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വന്നത്. ഉറപ്പായിട്ടും അല്ലേ? ഇത് വളരെ ഫേമസ്. ഇവിടെ വരുന്ന സമയത്ത് എല്ലാം വരും. വാസുവേട്ടന്റെ കട വിട്ടിട്ട് പരിപാടിയില്ല. അതാണ്. എന്താണ് ഓർഡർ ചെയ്തേക്കുന്നത്? ഇന്നത്തെ ഓർഡർ ചെയ്തിട്ടുള്ള നോക്കുക, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ വന്ന് കഴിച്ചത് ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. ഒരു ഐറ്റം പോലും ഇല്ലെന്ന് പറഞ്ഞ സംഭവമില്ല. എന്തുകൊണ്ട് ഓർഡർ ചെയ്യാം. അത് എല്ലാം നല്ല സ്വാദുള്ളതാണ്. എത്ര കഴിച്ചാലും മതിയാവൂല. അതെ, കൂടെ ഉള്ളവരൊക്കെ സഹപ്രവർത്തകർ തന്നെയാണ്. എല്ലാവരും സഹപ്രവർത്തകരാണ്. എല്ലാം വിവിധ കോളേജിലെ അധ്യാപകന്മാരും തന്നെയാണ്.
എന്താ തല തിരുന്ന് ഭക്ഷണത്തിൽ തന്നെ മുഴുകിയിരിക്കുകയാണോ? എന്താണ് പറയാനുള്ളത്? ഊണിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? ഊണും അതിന്റെ കൂടെ എന്താണ്? ഞാനൊരു വെജിറ്റേറിയനാണ്. പക്ഷേ ഞാൻ കൂടെ വന്നു അത് ശരി. ഈ പെട്ടതിൽ എന്താണ് കൂടുതൽ കഴിക്കുന്നത് ഇപ്പോ? മോരുകറി, സാമ്പാർ, നോൺ വെജ് ചേർത്തിട്ടില്ല. കഴിക്കില്ല. മുഖത്ത് കാണാറുണ്ട്. ഓക്കെ ഓക്കെ. എന്താ പറയുന്നത്? എന്താ അഭിപ്രായം? ഫുഡ് വളരെ ടേസ്റ്റിയാണ്. എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ? വാസുവേട്ടന്റെ കടയിൽ എന്താണ് നിങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നിയത്? എന്താണ്? ജെയ്സൺ സാറൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ട് ഇന്ന് ഞങ്ങള് 2 കൽപ്പിച്ചിങ്ങ് പോകുന്നതാണ്. അത് ശരി. ജെയ്സൺ സാറാണ് ഹീറോ അല്ലേ? ഓക്കെ, പറയൂ. നല്ല ഫുഡാണ്. ഇപ്പൊ ട്രൈ ചെയ്യണുള്ളൂ. എന്തായാലും പറഞ്ഞു കേട്ടിട്ട് നല്ല അടിപൊളിയാന്ന് ഓക്കെ, ധൈര്യമായിട്ട് ട്രൈ ചെയ്യൂ. ഓക്കെ, വളരെ നല്ല അഭിപ്രായമാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്താണ് ഇവിടുത്തെ ചേട്ടൻ എന്താണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്? സ്പെഷ്യല് മീനിന്റെ മുട്ടയും പോർക്കും. മീനിന്റെ മുട്ട പോർക്ക്. ഓക്കെ ഓക്കെ. മീനിന്റെ മുട്ട അതൊരു വെറൈറ്റി സംഭവമാണല്ലോ അല്ലേ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ പോർക്കാണ് അല്ലേ? പോർക്ക് രണ്ടാളും കൂടി ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കഴിക്കണത്? ഷെയർ ചെയ്തിട്ടാണ്. രണ്ടും കുറച്ച് ഹെവിയാണ് ഫുഡ് മൊത്തം. നന്നായിട്ട് നല്ല ടേസ്റ്റാണ്. വാസുവേട്ടന്റെ മകനെന്ന നിലക്ക് എന്താണ് പറയാനുള്ളത് ശിവേട്ടന്? അച്ഛനായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണ്. അമ്മയായിട്ടാണ് കൊണ്ടുപോകണം നടന്നത്. അമ്മ അപ്പൊ ഇത്തിരി പ്രായത്തിന്റെ പ്രശ്നം കാരണമൊക്കെ കടയിലേക്ക് ഞങ്ങൾ അടുക്കള സൈഡിലേക്ക് ഒതുങ്ങിയാള്. ഏകദേശം എത്ര വർഷമായി? ഒരു 50 വർഷത്തോളമായിട്ട്. 50 വർഷത്തായി. അപ്പോ അപ്പനിപ്പോ ഇല്ല. അച്ഛൻ മരിച്ചിട്ട് 7 വർഷമായി. അമ്മ അടുത്ത കാലം വരെ അമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഒരു ചെറിയ കൂന് പോലെയൊക്കെ ആയപ്പോ അങ്ങനെ അപ്പൊ അമ്മ വരണില്ല. അപ്പൊ അങ്ങനെ ഞാനായിട്ട് കൊണ്ടുനടക്കുന്നത്. ഞാൻ എൻ്റെ വൈഫുമായിട്ട് നടത്തണം. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലി? ഊണ് ആണ് മെയിനായിട്ടുള്ളൂ. പിന്നെ കുറച്ച് ബിരിയാണി ചെയ്യും. പിന്നെ ഊണിന് സ്പെഷ്യൽ കോഴി, പോത്ത്, പോർക്ക്, താറാവ്, ആട്, മുയൽ, ബീഫിൽ തന്നെ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. പിന്നെ മീനിൽ അന്നു കിട്ടുന്ന മീൻ ചെമ്മീനുണ്ട്, കരിമീൻ, നെയ്മീൻ, അങ്ങനെ ഒരു ഇതൊക്കെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല കഞ്ഞി കപ്പയൊക്കെയാണ് ഞങ്ങൾ ചെയ്യണത്. അതാണ് ഉള്ളൂ. നാടൻ സ്റ്റൈലാണ്. പിന്നെ അത് രാത്രി ഒരു 3 മണിയാകുമ്പോൾ എല്ലാം തീരും. 3 മണി 4 മണിയോടുകൂടി എല്ലാം അവസാനിക്കും. ആ രീതിയിലാണ് നമ്മൾ കച്ചവടം ചെയ്യുള്ളൂ. എല്ലാം തീരണം. ഇവിടെ ഇപ്പൊ സ്ഥിരം വരുന്നവർ ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു. നല്ല ഫുഡാണ്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്തു. സന്തോഷം. തന്നെ മീൻ മുട്ടയുണ്ട്. അതിപ്പോ നമ്മ ഫ്രഷ് ആയിട്ട് പൊരിക്കുള്ളൂ. മീൻ മുട്ട പറയുമ്പോ നമ്മുടെ നെയ്മീൻ്റെ ഒക്കെ മുട്ട അത് ഫ്രീ ആയിട്ടാ? അത് ഫ്രീ ആക്കും. ഫ്രീ ആക്കും. പിന്നെ ചെമ്മീനുണ്ട്, കൊഴുവുണ്ട്. ഇന്നിപ്പോ കൊഴുവ കിട്ടണില്ല. കിട്ടാനില്ല. കൊഴുവ അങ്ങനെ മീൻ ഐറ്റംസ് എല്ലാം ഉണ്ട് നമുക്ക്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇപ്പോ റെഡി ആയി നിൽക്കണം അല്ലേ? കൊഴുവയുടെ സീസൺ അല്ലാതെ കൊഴുവില്ല. മീൻ പൊള്ളിച്ചതുണ്ടല്ലോ, ഒന്ന് റെഡി ആവുന്നുണ്ടല്ലോ. അത് ഓയിൽ പേപ്പറിൽ എന്താ റെഡി ആവുന്നത്? അത് പിലോപ്പിയാണ്. അത് ഗിഫ്റ്റ് പിലോപ്പി. ഓക്കെ ഓക്കെ. മസാല ഒക്കെ ആഡ് ചെയ്തിട്ട് ഓയിൽ പേപ്പറിൽ ഇട്ടിട്ട് പൊള്ളിച്ചു വാഴയില് പൊതിഞ്ഞിട്ട് അത് നമ്മൾ പൊള്ളിക്കും. ഓക്കെ. അപ്പോൾ വാസേട്ടൻ്റെ കടയിൽ നല്ലൊരു അടിപൊളി ഊണ് എത്തിയിട്ടുണ്ട്. ഊണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ചില്ലി സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ചെമ്മീൻ ഫ്രൈ വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ബീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും മിക്സ്ഡാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഊണിൻ്റെ കൂടെ സാധാരണ ചെയ്യുന്നത് പോലെയല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് മുതിരയും കാബേജും കൂടിയാണ്. മുതിര, കാബേജ്, അതുപോലെ തന്നെ നല്ല ചെമ്മീൻ തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വറുത്തിട്ടുള്ളൊരു മിക്സ്ഡാണ് വരുന്നത്. പിന്നെ സാധാ സലാഡും പിന്നെ ഒരു അച്ചാറും ഒരു പപ്പടമാണ്. മീൻകറിയും സാമ്പാറും ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഉപയോഗിക്കാനില്ല. ഇതെന്താണെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ച ഒരു നല്ല മാങ്ങ കറിയാണ്. അതായത് മീൻ ചേർക്കാതെ, നമ്മൾ മീൻ ചേർത്തിട്ട് മാങ്ങ വെക്കുന്നത് പോലെ മീൻ ചേർക്കാതെ ഒരു വെറൈറ്റി കറിയാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം.
വാസുവേട്ടൻ്റെ കടയിലെ ഒരു അടിപൊളി ഊണാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്. ഊണിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബീഫ്, ചെമ്മീൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ, കൂടാതെ തന്നെ ഒരുപാട് വെറൈറ്റീസ് വേറെ ഉണ്ട്. എടുത്തു പറയാനൊന്നുമില്ല, എല്ലതും ഡിഫറെൻറ്റ് ടേസ്റ്റായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വഴി പോകുമ്പോൾ, അതായത് ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളിയിലേക്ക് പോകുമ്പോൾ, ചാലക്കുടിയിൽ നിന്നും 3-3.5 കിലോമീറ്ററിനിടയിൽ എലിഞ്ഞിപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വാസുവേട്ടൻ്റെ കട. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത രുചിക്കൂട്ടുമായി നമ്മൾ വീണ്ടും കാണും വരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ഗാർഡിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ. Thank you.